ഇന്നീ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഫോം 6A ബന്ധപ്പെട്ട് ഓൺലൈൻ സബ്മിഷനിലുള്ള നിങ്ങളുടെ സംശയ നിവാരണവുമായിട്ടാണ്. വെൽക്കം ബാക്ക് ടു IMR ഓൺലൈൻ സർവീസ് ബൈ റഹീന ഇസ്മായിൽ. ഇതിനു മുൻപ് ഫോം 6A എങ്ങനെ ഫിൽ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിറകെ ഒരുപാട് യൂട്യൂബ് കമൻസും വാട്സപ്പിലും ഒരുപാട് സംശയങ്ങളുമായി ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കുമുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ടൊരു വ്യക്തി ചോദിച്ചിട്ടുണ്ട്, ഡിസംബർ 9 ശേഷം വോട്ട് ചേർക്കുമ്പോൾ ഏത് ദിവസത്തേക്കാണ് 18 വയസ്സ് തികയേണ്ടതെന്നുള്ളത്. ഞാൻ ആദ്യമായിട്ട് തന്നെ പറയാം, ഡിസംബർ 9 എന്നുള്ളത് ഡിസംബർ 16 വരെ ആക്കിയിട്ടുണ്ട്. ഡിസംബർ 16 ശേഷം ആണ് വോട്ട് ചേർക്കുന്ന സമയത്ത് നമുക്ക് ഒക്ടോബർ 1 18 വയസ്സ് തികയണം. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് 18 വയസ്സ് തികഞ്ഞിരുന്നാൽ മതി എന്നുള്ളത്. അതേപോലെ അതിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഈ അപ്ഡേഷൻ പ്രകാരം ഒക്ടോബർ 1 നമുക്ക് 18 വയസ്സ് തികയുന്നവർക്കാണ് നമുക്ക് ഈ ഫോം 6A നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വേറൊരു വ്യക്തി ചോദിച്ചിട്ടുണ്ട്, ഗൾഫിൽ ജനിച്ച 18 വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന്. അവരും ഇതുപോലെ ഫോം 6A തന്നെ ഫിൽ ചെയ്ത് NRI വോട്ടിന് അപേക്ഷിക്കാവുന്നതാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ആരെയും കൺഫ്യൂഷൻ ആക്കുന്നതാണ്. ആദ്യം ഫോം 6A ഫിൽ ചെയ്യുമ്പോൾ ഏത് ഡേറ്റ് ആണ് ലാസ്റ്റ് നമ്മൾ ഇന്ത്യ വിട്ട ഡേറ്റ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഏതാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് എപ്പോഴാണ് നിങ്ങൾ ഇന്ത്യയിൽ നിന്നും ഫോറിൻ കൺട്രിയിലേക്ക് യാത്ര ചെയ്തത്, ആ ഡേറ്റാണ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഫോം 6A സബ്മിറ്റ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന റെഫറൻസ് നമ്പർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ്. ഇപ്പോൾ അത് ഫ്രീസിങ് മോഡിലാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് കിട്ടിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്, നമുക്ക് നാട്ടിലെ എന്യൂമറേഷൻ, അതായത് SIR ഫോം സബ്മിറ്റ് ചെയ്യാനുള്ളത് മുമ്പ് ഉണ്ടായിരുന്നത് ഡിസംബർ 9 വരെ ആയിരുന്നു. ഇപ്പോൾ അത് ഡിസംബർ 11 വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓൺലൈൻ സബ്മിഷൻ ഡിസംബർ 16 ശേഷം മാത്രമേ BLAയുടെ ലോഗിൽ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൊടുക്കുന്ന എല്ലാ ഓൺലൈൻ സബ്മിഷനും അവർക്ക് ഫ്രീസിങ് മോഡിലാണ് കാണിക്കുന്നത്. അത് 16 ശേഷം മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ. നമ്മളിപ്പോൾ കൊടുക്കുന്ന ഫോം 6A EROയിലേക്കാണ് പോവുക, താലൂക്ക് ഓഫീസിൽ. അവിടെ നിന്ന് ലാസ്റ്റ് BLAക്ക് തന്നെ ഫീൽഡ് വെരിഫിക്കേഷന് വേണ്ടി കിട്ടുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും അപ്പോൾ നിങ്ങളോട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ്, അതായത് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ബാക്ക് വിസ പേജ്, അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഡിസ്റ്റൻസ്, ഇതൊക്കെ നേരിട്ട് താലൂക്ക് ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് വരും എന്നാണ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് കിട്ടിയ അപ്ഡേഷൻ. എന്യൂമറേഷൻ ഫോമിൽ നാട്ടിൽ കിട്ടിയവർ അത് പൂരിപ്പിച്ചിട്ട് നൽകിയാൽ പോരെ എന്ന് വേറൊരു വ്യക്തി ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ ഫോം 6A നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ആ നാട്ടിലുള്ള എന്യൂമറേഷൻ ഫോം നിങ്ങൾ പൂരിപ്പിച്ചിട്ട് സബ്മിറ്റ് ചെയ്താൽ മതിയാവും. ഒരു പ്രധാനപ്പെട്ട കാര്യം ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വിളിച്ചാൽ കിട്ടുന്ന നാട്ടിലെ അടുത്ത റിലേറ്റീവ്സിൻ്റെ നമ്പർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം BLO അതിൽ ആ നമ്പറിലേക്കായിരിക്കും ബന്ധപ്പെടുന്ന സമയത്ത് നമ്മളെ കിട്ടാതിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും BLO ബന്ധപ്പെടുന്ന സമയത്ത് കിട്ടുന്ന നമ്പർ തന്നെ കൊടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മാക്സിമം മറുപടി തരാൻ വേണ്ടിയിട്ട് ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനത് മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ എന്നെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ കൃതജ്ഞതയുണ്ട്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നതിനോടൊപ്പം മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും നിങ്ങൾ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി സൈനിങ് ഓഫ് റഹീന ഇസ്മായിൽ.